പെട്ടെന്ന് തന്നെ പഴയപടി ആവാതെ നമ്മുടെ ഹെയറിന് ഒട്ടും തന്നെ ഡാമേജ് വരുത്താത്ത രീതിയിൽ എങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ എന്റെ ഹെയർ ഈ ഒരു ടൈപ്പ് ഹെയർ ആണ്. ഭയങ്കര ഫ്രിസിയോ കേളി അല്ല, എന്നാലും അത്യാവശ്യം ഫ്രിസി ആയിട്ടുള്ള ഒരു വേവി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സ്ട്രൈറ്റൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഹെയറിലെ ഓയിലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യുക. എന്നിട്ട് നല്ല ഡ്രൈ ആയതിനു ശേഷം അലോവേര ജെൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാനിങ്ങനെ 2 സെക്ഷൻ ആക്കി മാറ്റിയിട്ടാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിലിപ്സിന്റെ സ്ട്രൈറ്റ്നർ ആണ്. പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ഫസ്റ്റത്തെ ഒരു സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട്, ഭയങ്കര കുഞ്ഞു സെക്ഷൻ അല്ല, ഒരു സൈഡിലുള്ള ഹെയർ ഒരു 3-4 പോർഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഇഴയുള്ള കോമ്പ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് സ്ട്രൈറ്റൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ടൈം നമുക്ക് ഈ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്യേണ്ടി വരില്ല. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോമ്പ് യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും സ്ട്രൈറ്റൻ ചെയ്ത് ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഡാമേജ് വരിക. അപ്പൊ നിങ്ങൾ ഹെയർ വാഷ് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് നമ്മൾ എപ്പോൾ വാഷ് ചെയ്യുന്നോ അതുവരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഓരോരോ സെക്ഷൻ ആക്കി എടുത്തിട്ട് 2 പ്രാവശ്യം ആ ഒരു സ്ട്രൈറ്റ്നറിനെ വെച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്ട്രൈറ്റ് ചെയ്യും. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുക അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ വോളിയം കുറേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ സ്ട്രൈറ്റൻ ആയിട്ടും ആ ഒരു സ്മൂത്ത് ഫിനിഷ് ഉള്ള ഹെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു കറക്റ്റ് ആയിട്ട് രീതിയിൽ ഹെയർ വാഷ് ചെയ്യും അലോവേര ജെൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ സ്ട്രൈറ്റൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മുടിക്ക് ഉണ്ടാകുന്ന ബാഡ് സ്മെൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഹെയർ ചെയ്യാറുള്ളത്. അപ്പൊ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് ആ ഏറ്റവും ഫ്രണ്ടത്തെ പോർഷൻ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ എക്സ്ട്രാ ചെയ്യും. കാരണം നമ്മൾ ഏത് സമയം പിടിക്കുകയും ഫ്രണ്ടിലേക്ക് ഫേസിന്റെ അവിടേക്ക് വരുന്ന മുടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സ്ട്രൈറ്റ്നെസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ മാത്രം ചെയ്യുമ്പോൾ ഞാൻ ഒരു ടൈം കൂടെ എക്സ്ട്രാ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ ആ ഒരു സ്ട്രൈറ്റ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ മുടി തൊടുകയാണെങ്കിലും കോമ്പ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കോമ്പ് ചെയ്യുക. കൈ വെച്ചിട്ട് ഒരുപാട് തൊടാതിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രൈറ്റ്നെസ് കുറച്ചധികം നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതേ ഒരു സെയിം രീതിയിൽ ഞാൻ ഓപ്പോസിറ്റുള്ള ആ ഒരു സൈഡിലെ ഹെയറും കൂടെ ചെയ്യാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാറുള്ളത്. നമ്മൾ ഫുള്ളായിട്ട് ഹെയർ വാഷ് ചെയ്യുന്നവരെ ആ ഒരു സ്ട്രൈറ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കും. പെട്ടെന്ന് ഒരു 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ആ ഒരു സ്ട്രൈറ്റ്നെസ് പോകത്തില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.